ഈശോ തൻ്റെ പിതൃ സഹോദരൻ അൽഫീസിൻ്റെ വീട്ടിൽ, പിന്നീട് സ്വന്തം ഭവനത്തിൽ. 1945 ഫെബ്രുവരി 7 വിശുദ്ധ റോമുവാൾഡിൻ്റെ തിരുനാൾ. ഈശോ തൻ്റെ ശിഷ്യരോടൊത്ത് ഗലീലയിലെ മനോഹരമായ കുന്നുകളിലാണ്. സൂര്യാസ്തമയം അടുത്തു, എങ്കിലും സൂര്യൻ ആകാശത്തിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു. വെയിൽ കൊള്ളാതിരിക്കാൻ അവർ മരങ്ങളുടെ തണലിലൂടെയാണ് നടക്കുന്നത്. ഒലിവുമരങ്ങൾ. ആ അതിര് കഴിയുമ്പോൾ നസ്രസാണ്, ഈശോ പറയുന്നു. നമ്മൾ വേഗം അവിടെ എത്തും. പട്ടണത്തിൻ്റെ കവാടത്തിലെത്തുമ്പോൾ നമ്മൾ തമ്മിൽ പിരിയുമെന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നു. യൂദായും ജെയിംസും ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ പിതാവിനെ കാണാൻ പോകും. പത്രോസും യോഹന്നാനും കൂടി ദരിദ്രർക്ക് ഭിക്ഷ കൊടുക്കാൻ പോകും. വെള്ളം കോരുന്ന ഉറവയുടെ സമീപം ഭിക്ഷുക്കൾ തീർച്ചയായും കാണും. മറ്റുള്ളവരും ഞാനും കൂടി അത്താഴം കഴിക്കാൻ വീട്ടിലേക്ക് പോകും. പിന്നീട് വിശ്രമിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. നല്ലവനായ അൽഫേസിൻ്റെ പക്കലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അവിടെ ചെല്ലാമെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാക്കു കൊടുത്തിരുന്നതാണ്. ഹലോ എന്നൊന്ന് പറഞ്ഞിട്ട് പോരാ. എൻ്റെ കിടക്ക ഞാൻ മത്തായിക്ക് കൊടുക്കാം. മത്തായിക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും പരിചയമില്ലല്ലോ, ഫിലിപ്പ് പറയുന്നു. നീയോ? നീ തരണ്ട, നിനക്ക് പ്രായമായില്ലേ. ഞാനത് സമ്മതിക്കുകയില്ല. എനിക്ക് വളരെ സുഖപ്രദമായ കിടക്കകളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നരകത്തിൻ്റെ വേദനകളാണ് ഞാൻ അനുഭവിച്ചിരുന്നത്. എന്നെ വിശ്വസിക്കൂ, ഞാനിപ്പോൾ എന്തുമാത്രം സമാധാനം അനുഭവിക്കുന്നു. ഇപ്പോൾ കല്ലിന്മേൽ കിടന്നാലും തൂവലിന്മേൽ കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുക. ഓ, ഉറങ്ങുകയോ ഉറങ്ങാതിരിക്കുകയോ ചെയ്യുന്നത് ഒരുവൻ്റെ മനസാക്ഷി നിമിത്തമാണ്, മത്തായി മറുപടി പറയുന്നു. ശിഷ്യരുടെ ഇടയിൽ മത്തായിയെ സഹായിക്കുന്ന കാര്യത്തിന് ഒരു മത്സരം തന്നെ നടക്കുന്നു. അൽഫേസിൻ്റെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയവർ തോമസ്, ഫിലിപ്പ്, ബെർത്തലോമിയ, മത്തായി എന്നിവരാണെന്ന് തോന്നുന്നു. ഈ അൽഫേസ് ജെയിംസിൻ്റെ പിതാവാണെന്ന് തോന്നുന്നില്ല. കാരണം ജെയിംസ് ആൻഡ്രൂവിനോട് പറയുന്നു, അവൻ്റെ പിതാവിൻ്റെ രോഗം കൂടുതലാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവിടെ തീർച്ചയായും മുറി കാണും. മത്സരത്തിൽ തോമസ് ജയിക്കുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ഞാനാണ്. എൻ്റെ കിടക്ക ഞാൻ കൊടുക്കുന്നു. സാരമില്ല മത്തായി, സാവകാശത്ത് നിനക്കിത് പരിചയമായിക്കൊള്ളും. എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നീ വിചാരിക്കുന്നു. ഞാൻ പ്രണയത്തിലായിരിക്കുന്ന ഒരു യുവാവിനെ പോലെയാണ്. ഒട്ടും മയമില്ലാത്ത കിടക്കയിലായിരിക്കാം ഞാൻ, എന്നാൽ എൻ്റെ സ്നേഹത്തിൻ്റെ സമീപമാണ് ഞാൻ എന്ന് അയാൾ പറയും. ഏതാണ്ട് 38 വയസ്സോളം പ്രായമുള്ള തോമസ് തുറന്നൊരു ചിരി. അതോടെ മത്തായി അയാൾക്ക് വഴങ്ങുന്നു. നസ്രസിലെ ആദ്യത്തെ വീടുകൾ ഇപ്പോൾ ഏതാനും അകലത്തു മാത്രമായി. ഈശോ, ഞങ്ങൾ പോകുന്നു, യൂദാസ് പറയുന്നു. ശരി, പോയിക്കൊള്ളൂ. സഹോദരന്മാർ രണ്ടുപേരും ഓടിയെന്ന പോലെ വേഗത്തിൽ പോയി കഴിഞ്ഞു. ഏയ്, ഒരു പിതാവ് തന്നെയാ, പത്രോസ് പതുക്കെ പറയുന്നു. നമ്മളോട് അയാൾക്ക് കെറുവാണെങ്കിലും അയാൾ എപ്പോഴും നമ്മുടെ രക്തം തന്നെയാ. രക്തം വെള്ളത്തേക്കാൾ കട്ടിയുള്ളതാണല്ലോ. എന്തായാലും എനിക്ക് നിന്റെ സഹോദരന്മാരെ ഇഷ്ടമാണ്. അവർ വളരെ നല്ലവരാ. അതെ, അവർ വളരെ നല്ലവരാണ്, വളരെ എളിമയുള്ളവരും. അവർ എന്തുമാത്രം എളിമയുള്ളവരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരുങ്ങുക പോലും ചെയ്യാത്ത വിധം അത്രയധികം എളിമയുള്ളവരാണ്. അവരെപ്പോഴും വിചാരിക്കുന്നത് അവർ തെറ്റുകാരാണെന്ന് തന്നെ. തങ്ങളൊഴികെ മറ്റെല്ലാവരിലും അവർ നന്മ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ കരുതുന്നത്. അവർ വളരെ ദൂരെ പിന്നിടും. അവർ നസ്രത്തിലെത്തി. ഏതാനും സ്ത്രീകൾ ഈശോയെ കാണുന്നു. അവർ അഭിവാദനം ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് പുരുഷന്മാരും കുട്ടികളും. എന്നാൽ മറ്റു സ്ഥലങ്ങളിലെ പോലെ മിശിഹായെക്കുറിച്ച് ഒരു ആവേശം ഇവിടെ കാണുന്നില്ല. കുറേ ദിവസങ്ങൾ സ്ഥലത്തില്ലാതിരുന്നതിന് ശേഷം തിരിച്ചു വരുന്ന ഒരു സ്നേഹിതനെ അഭിവാദനം ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രതികരണമേ ഇവിടെയുള്ളൂ. എന്നാലും അഭിവാദനങ്ങൾ ധാരാളം. പലരിലും അനുഭാവരഹിതമായ ജിജ്ഞാസയാണ് ഞാൻ കാണുന്നത്. പലതരക്കാരായ ശിഷ്യരെയാണ് അവർ ഉറ്റുനോക്കുന്നത്. രാജകീയ മഹത്വമോ പുരോഹിതന്മാരുടെ അന്തസ്സോ ഒന്നുമില്ലാത്ത ആളുകൾ. വിയർത്ത് പൊടിപിടിച്ച് സാധാരണക്കാരുടെ വേഷവും ധരിച്ച് യൂദാസ് കറിയോത്ത, മത്തായി, സൈമൺ, ബെർത്തലോമിയ ഇവരൊഴികെ വസ്ത്രത്തിൻ്റെ മേന്മയനുസരിച്ച് ഏറ്റവും മൂടിയായിട്ടുള്ള യൂദാസിനെ തുടങ്ങി കീഴ്പോട്ടുള്ള ക്രമത്തിലാണ് ഞാൻ പേര് പറഞ്ഞിരിക്കുന്നത്. പോകുന്നവരെ കണ്ടാൽ ചന്തയ്ക്ക് പോകുന്ന ഒരു ഗ്രാമീണ സംഘം എന്നല്ലാതെ ഒരു രാജാവിൻ്റെ അനുയായികൾ എന്ന് പറയുകയില്ല. ശരീരത്തിൻ്റെ എടുപ്പും രാജകീയ മുഖവും മാത്രം സ്വന്തമായുള്ള മറ്റേത് രാജാവാണുള്ളത്. ഏതാനും പിന്നിട്ടപ്പോൾ പത്രോസും യോഹന്നാനും വലത്തേക്കുള്ള ഒരു വഴിയിലേക്ക് നടന്നു നീങ്ങി. ഈശോയും മറ്റുള്ളവരും അല്പം കൂടി നടന്ന ഒരു മൈതാനത്ത് ചെന്നു. നിറയെ വെള്ളമുള്ള ഒരു കുളവും അതിനു ചുറ്റും ധാരാളം കുട്ടികളും. കുട്ടികൾ ഉച്ചത്തിൽ ബഹളം വയ്ക്കുന്നു. അവരുടെ അമ്മമാർ കുളത്തിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടു പോകുന്നു. ഒരു മനുഷ്യൻ ഈശോയെ കണ്ട് സന്തോഷവും അത്ഭുതവും കാണിക്കുന്നു. അയാൾ ഓടി വന്ന് ഈശോയെ അഭിവാദ്യം ചെയ്ത് പറയുന്നു, അങ്ങേക്ക് സ്വാഗതം. ഇത്രയും നേരത്തെ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇതാ എൻ്റെ അവസാനത്തെ പൗത്രൻ, അവനെ ചുംബിക്കൂ. അവൻ ജോസഫ് കുഞ്ഞാണ്. അങ്ങയുടെ അസാന്നിധ്യത്തിലാണ് അവൻ ജനിച്ചത്. ഇത് പറഞ്ഞ് അയാൾ കയ്യിൽ പിടിച്ചിരുന്ന കുഞ്ഞിനെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു.
ഇവന് ജോസഫ് എന്നാണോ പേരിട്ടിരിക്കുന്നത്? അതെ, എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. എന്നോട് അല്പം ബന്ധമുണ്ടായിരുന്നു, എന്നാൽ ബന്ധത്തെക്കാൾ കൂടുതലായി എൻ്റെ ഉറ്റ സ്നേഹിതനായിരുന്നു. ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പേരുകളെല്ലാം എൻ്റെ പൗത്രന്മാർക്ക് കൊടുത്തു കഴിഞ്ഞു. ഞാനൊരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു അന്ന, പിന്നെ യോവാക്യം, പിന്നെ മേരി. ഓ, എന്തൊരു ആഘോഷമായിരുന്നു മേരി പിറന്നപ്പോൾ. എനിക്ക് ചുംബിക്കുവാനായി അവളെ അവർ തന്നത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നോക്കൂ, ആ മനോഹരമായ മഴവില്ല്. ആ പാലത്തിലൂടെയാണ് അവൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത്. അവിടുത്തെ ആ റോഡ് ദൈവദൂതന്മാർ ഉപയോഗിക്കുന്നതാണ്. അവൾ ശരിക്കും ഒരു മാലാഖയെ പോലെയായിരുന്നു. അത്രയ്ക്കും സുന്ദരിയായിരുന്നു അവൾ. ഇപ്പോൾ ഇതാ ജോസഫ്, അങ്ങ് ഇത്ര നേരത്തെ വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ പരിച്ഛേദന കർമ്മം നടത്താൻ കുറെ കൂടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. എൻ്റെ വല്യപ്പനോടും വല്യമ്മയോടും എൻ്റെ അപ്പനോടും അമ്മയോടും കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. സുന്ദരനായ ശിശു, ഇവൻ നീതിമാനായ ജോസഫിനെ പോലെ എന്നും നീതിമാനായിരിക്കട്ടെ. ഈശോ ശിശുവിനെ എടുത്ത് ലാളിക്കുന്നു, കുഞ്ഞിച്ചിരിക്കുന്നു. സ്വല്പസമയം ക്ഷമിക്കാമെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരാം. വെള്ളം കോരുന്ന പാത്രങ്ങളെല്ലാം നിറയാൻ ഞാൻ കാത്തു നിൽക്കുകയാണ്. എൻ്റെ മകൾ മേരി ക്ഷീണിച്ചു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, നമുക്കിങ്ങനെ ചെയ്യാം. അങ്ങേ ശിഷ്യന്മാർ വെള്ളം എടുത്തു കൊള്ളുമെങ്കിൽ നമുക്ക് സ്വല്പസമയം തനിച്ച് സംസാരിക്കാം. തീർച്ചയായും ഞങ്ങൾ എടുത്തുകൊള്ളാം. ഞങ്ങൾ അസീറിയയിലെ രാജാക്കന്മാരൊന്നുമല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തോമസ് ആദ്യമേ ഒരു പാത്രം എടുക്കുന്നു. കൊള്ളാം. പിന്നെ ജോസഫിൻ്റെ മേരി വീട്ടിലില്ല, ഭർത്ത സഹോദരൻ്റെ വീട്ടിലാണ്. എന്നാൽ താക്കോൽ എൻ്റെ വീട്ടിലുണ്ട്. അവരോട് ചോദിച്ച് താക്കോല് വാങ്ങി അകത്ത് പണിപ്പുരയിൽ നിങ്ങൾക്ക് കയറാമല്ലോ. ശരി, പോയിക്കൊള്ളൂ. വീട്ടിനുള്ളിലും കയറിക്കൊള്ളൂ. ഞാൻ സ്വല്പം കഴിഞ്ഞു വരാം. അപ്പസ്തോലന്മാർ പോകുന്നു. ഈശോയും അൽഫയോസും തനിച്ചായി. ഞാൻ പറയാനിരിക്കുകയായിരുന്നു, ഞാൻ അങ്ങയുടെ യഥാർത്ഥ സ്നേഹിതനാണ്. ഒരാൾ വിശ്വസ്ത സ്നേഹിതനായിരിക്കുകയും പ്രായക്കൂടുതലുണ്ടായിരിക്കുകയും അതേ നാട്ടുകാരനായിരിക്കുകയും ചെയ്യുമ്പോൾ പറയാം. പറയേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയോടെ ഒരു ഉപദേശം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നേക്കാൾ കൂടുതലായി അങ്ങേക്കറിയാം. ഞാനൊരു മുന്നറിയിപ്പ് തരുന്നതേ ഉള്ളൂ. ഓ, ഞാനൊരു ചാരനാകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ ബന്ധുക്കളെക്കുറിച്ച് ഒരു പ്രതികൂല അഭിപ്രായം രൂപീകരിക്കാനും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങ് മിശിഹായാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അങ്ങ് മിശിഹായല്ലെന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു. അങ്ങ് മനസ്സിൻ്റെ സമനില തെറ്റിയ ആളാണെന്നാണ് അവർ പറയുന്നത്. അങ്ങ് കുടുംബത്തിനും ബന്ധുക്കൾക്കും നാശം വരുത്തുന്നുവെന്നും പറയുന്നു. പട്ടണം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അൽഫേസിന് എല്ലാവർക്കും വലിയ മതിപ്പാണ്. അതിനാൽ അവർ അയാൾ പറയുന്നത് ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് രോഗമാണ്. എനിക്ക് അയാളോട് സഹതാപം തോന്നുന്നു. ചിലപ്പോൾ തങ്ങൾ സഹിക്കുന്ന ക്ലേശങ്ങൾ നിമിത്തം ആളുകൾ തെറ്റ് ചെയ്യാറുണ്ട്. അന്ന് യൂദായും ജെയിംസും അങ്ങയെ ആദരിച്ച് സംസാരിക്കുകയും അങ്ങയെ അനുഗമിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുകയും ചെയ്ത ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നു. ഓ, എന്തൊരു വഴക്കായിരുന്നു! അങ്ങയുടെ അമ്മ അതെങ്ങനെ സഹിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അൽഫേസിൻ്റെ ഭാര്യ മേരി പാവം ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾ കുടുംബത്തിലെ ബലിയാടുകളായി തീരുകയാണ്. എൻ്റെ സഹോദരന്മാർ, കസിൻസ്, ഇപ്പോൾ അവരുടെ അപ്പൻ്റെ അടുത്തുണ്ട്. അപ്പൻ്റെ അടുത്തോ? ഓ, എനിക്ക് അവരെക്കുറിച്ച് സഹതാപം തോന്നുന്നു. വൃദ്ധനൊട്ട് സ്വയം നിയന്ത്രണമില്ല. പ്രായവും രോഗവുമായിരിക്കാം കാരണം. ഒരു ഭ്രാന്തിനെ പോലെയാണ് പെരുമാറ്റം. അവന് ഭ്രാന്തില്ലെങ്കിലാണ് എനിക്ക് കൂടുതൽ പ്രയാസം തോന്നുന്നത്. കാരണം അവൻ്റെ ആത്മാവിനെ അവൻ നശിപ്പിക്കും. അയാൾ സ്വന്തം മക്കളോട് ചീത്തയായി പെരുമാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? തീർച്ചയായും അങ്ങനെയേ പെരുമാറൂ. എനിക്കു അവരോട് ആ സ്ത്രീകളോടും സഹതാപം തോന്നുന്നു. അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? അൽഫേസിൻ്റെ വീട്ടിലേക്ക്. പോകരുതേ ഈശോ, പോകരുതേ. അങ്ങയോട് അനാദരവ് കാട്ടാൻ അവരെ അനുവദിക്കരുതേ. എൻ്റെ സഹോദരന്മാർ തങ്ങളെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അത്രയും സ്നേഹം ഞാൻ അവരോട് കാണിക്കേണ്ടതല്ലേ? എനിക്ക് പ്രിയപ്പെട്ടവരായ 2 സ്ത്രീകളും അവിടെയുണ്ട്. ഞാൻ പോകുകയാണ്, എന്നെ തടയരുത്. ഈശോ വേഗത്തിൽ അൽഫേസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ആ മനുഷ്യൻ ചിന്താമഗ്നനായി വഴിയിൽ നോക്കി നിൽക്കുന്നു. ഈശോ ധൃതിയിലാണ് നടക്കുന്നത്. അൽഫേസിൻ്റെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിലേക്ക് പ്രവേശനദ്വാരം വരെ എത്തി. അവിടെ വെച്ചൊരു സ്ത്രീയുടെ കരച്ചിലും ഒരു മനുഷ്യൻ്റെ ക്രൂരമായ ശകാരവും കേൾക്കാം. ഈശോ വേഗത കൂട്ടി നടന്ന് വീടിൻ്റെ വാതിൽക്കലെത്തി. അമ്മ വാതിലിലൂടെ പുറത്തേക്ക് നോക്കുകയും മകനെ കാണുകയും ചെയ്യുന്നു. അമ്മേ,
ഈശോ സ്നേഹത്തിൽ കുതിർന്ന ശബ്ദങ്ങൾ. ഈശോ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. വേണ്ട മകനെ. വാതിൽക്കൽ കയറ് വിരിച്ചു പിടിച്ച് തടഞ്ഞു നിന്നുകൊണ്ട് മേരി പറയുന്നു. വേണ്ട മകനെ, അകത്തേക്ക് കയറേണ്ട. ശരീരവും സ്നേഹവും ഉപയോഗിച്ച് തടയുന്നു. അമ്മേ, ഞാൻ അകത്തേക്ക് കയറട്ടെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈശോ വളരെ ശാന്തനായിട്ടാണ് പറയുന്നത്. മേരി വിളറി നിർജീവം നിൽക്കുന്നത് കണ്ടിട്ട് ഈശോയ്ക്ക് വിഷമമുണ്ട്. എങ്കിൽ പോലും ഈശോ അമ്മയുടെ കൈത്തണ്ട് മെല്ലെ എടുത്തു മാറ്റി അകത്തേക്ക് കടക്കുന്നു. അകത്ത് അടുക്കളത്തറയിൽ മുട്ടകളും മുന്തിരിക്കുലകളും തേനുമെല്ലാം കാനായിൽ നിന്ന് മക്കൾ കൊണ്ടുവന്നവ ഉടഞ്ഞ് കലങ്ങി ചിതറി തെറിച്ചു കിടക്കുന്നു. ഒരു മുറിയിൽ നിന്ന് വഴക്കടിക്കുന്നതിൻ്റെ സ്വരം കേൾക്കുന്നു. വാർദ്ധക്യത്തിൽ ചിലരിലെല്ലാം കാണുന്ന വിഘോര ക്ഷോഭത്താൽ ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും പരാതിപ്പെടുകയും ചെയ്യുന്ന രംഗം വളരെ വേദനയുളവാക്കുന്നതും സഹിക്കാൻ പ്രയാസമുള്ളതും നിഷ്ഫലവുമായ ഒരു പ്രകടനം. അങ്ങനെ വരട്ടെ, നിന്റെ കുടുംബം നശിച്ചു. ഞങ്ങൾ നസ്രസിലുള്ള എല്ലാവരുടെയും പരിഹാസത്തിനും വിഷയമായിരിക്കുന്നു. ഞാനിവിടെ ഏകനായി നിസ്സഹായനായി അവഗണിക്കപ്പെട്ട് ചങ്കിലടിയേറ്റവരായി എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാത്തവനായി കഴിയുന്നു. അൽഫീസേ, ഇതാണ് നിനക്ക് ശേഷിച്ചിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിയായി ജീവിച്ചതിന് ഇതാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? എന്തു കാരണത്താൽ? ഒരു ഭ്രാന്തൻ നിമിത്തം. മടയന്മാരായ എൻ്റെ പുത്രന്മാരെ ഭ്രാന്ത് പിടിപ്പിച്ച ഒരു ഭ്രാന്തൻ. ഹോ, എന്തൊരു വേദന! ഭാര്യ മേരി കണ്ണിലൂടെ കേണപേക്ഷിക്കുന്നു. ശാന്തനായിരിക്കും അൽഫീസെ, സമാധാനമായിരിക്കും. തന്നെത്താനെ വിഷമങ്ങൾ വരുത്തി വയ്ക്കുകയാണ് കേട്ടോ. ശാന്തമായിരിക്കൂ, ഒന്ന് കിടക്കൂ. കിടക്കാൻ ഞാൻ സഹായിച്ചു തരാം. അൽഫീസ് എപ്പോഴും നല്ലവനാണ്, എപ്പോഴും ശരിയായിട്ടുള്ളത് ചെയ്യുന്നു. പിന്നെ ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? തന്നോട് തന്നെയും എന്നോടും മക്കളോടും. വേണ്ട വേണ്ട, എന്നെ തുടരുത്. നിന്നെ എനിക്ക് വേണ്ട. മക്കൾ നല്ലവരാണ്. ഹാ, എത്ര നല്ലവർ! നന്ദി കെട്ട രണ്ടെണ്ണം. എനിക്കവർ തേനും കൊണ്ടുവന്നിരിക്കുന്നു. കയ്പ് കൊണ്ട് എന്നെ നിറച്ച ശേഷം തേൻ കൊണ്ടുവന്നിരിക്കുന്നു. എൻ്റെ ചങ്കു പാലിച്ചു തന്നിട്ട് എനിക്ക് മുട്ടയും മുന്തിരിങ്ങയും കൊണ്ടുവന്നിരിക്കുന്നു. ഇറങ്ങിപ്പോകൂ, ഞാൻ പറയുന്നു, ഇറങ്ങിപ്പോകൂ ദൂരെ. നിന്നെ എനിക്ക് വേണ്ട. എനിക്ക് മേരിയെ മതി. അവൾക്കെല്ലാം ചെയ്യാനറിയാം. ആ ദുർബലയായ സ്ത്രീ എവിടെ? മകനെ അനുസരണയിൽ നിർത്താൻ കഴിവില്ലാത്തതാ അവർ എവിടെ? അൽഫേസിൻ്റെ ഭാര്യ മേരി മുറിയിൽ നിന്നിറങ്ങി അടുക്കളയിലേക്ക് പോകുന്നു. ഈശോ അൽഫേസിൻ്റെ മുറിയിലേക്ക് കയറാൻ പോകുന്നത് കണ്ട് കരഞ്ഞുകൊണ്ട് തളർന്ന ഈശോയുടെ ദേഹത്തേക്ക് വീഴുന്നു. കന്യക മേരി എളിമയോടും ക്ഷമയോടും കൂടി കോപിഷ്ഠനായിരിക്കുന്ന അൽഫേസിൻ്റെ പക്കലേക്ക് പോകുന്നു. ഇളയമ്മ കരയാതെ, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ? വേണ്ട, പോകേണ്ട. ഈശോയെ അവഹേളിക്കാൻ ഇടയാക്കേണ്ട. ആളിന് ഭ്രാന്താണെന്ന് തോന്നുന്നു. കയ്യിൽ വടി സൂക്ഷിച്ചിട്ടുണ്ട്. വേണ്ട ഈശോ, പോകേണ്ട. മക്കൾക്ക് അടി കൊടുത്തതാണ്, എന്നോടൊന്നും ചെയ്യുകയില്ല. ഈശോ നിശ്ചയദാർഢ്യത്തോടെ ഇളയമ്മയെ ഒരു വശത്തേക്ക് മെല്ലെ മാറ്റിയ ശേഷം മുറിയിൽ പ്രവേശിക്കുന്നു. അൽഫേസിന് സമാധാനം. മേരിക്കൊന്നും അറിഞ്ഞുകൂടായെന്നും മറ്റും തുടരെ കുറ്റം പറച്ചിലും ആവലാതിയുമാണെങ്കിലും ആളൊന്ന് കിടക്കാൻ തുടങ്ങുകയായിരുന്നു. മേരിക്കെല്ലാം അറിയാമെന്ന് മുൻപ് പറഞ്ഞ ആളാണ്. ഈശോയുടെ അഭിവാദനം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞിട്ട് പറയുന്നു, നീ ഇവിടെ വന്നോ? എന്നെ പരിഹസിക്കാൻ വന്നതാണോ? അതും കൂടി വേണം. അല്ല, സമാധാനം കൊണ്ടുവരാനാണ് ഞാൻ വന്നത്. എന്തിനാണ് ഇത്രയും ശോഭിക്കുന്നത്? അത് നിമിത്തം രോഗം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ വിട്ടേക്കൂ, ഞാൻ പിടിച്ചുകൊള്ളാം. ഞാൻ ബുദ്ധിമുട്ട് വരുത്തുകയില്ല. നിങ്ങളൊട്ടും ബലം പ്രയോഗിക്കേണ്ട. അമ്മ ആ കരിമ്പടങ്ങൾ ഒന്ന് പൊക്കിയാൽ മതി. ഈശോ ഒരു കൊച്ചുകുട്ടിയെ എടുത്തു കിടത്തുന്നത് പോലെ അയാളെ പിടിച്ചു കിടക്കയിൽ ശരിക്ക് കിടത്തി. മെലിഞ്ഞും വിഷമിച്ചു കരഞ്ഞു വല്ലാതെ ശ്വാസം വലിക്കുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ, ഒരു അസ്ഥിപഞ്ജരം. കൊള്ളാം, ഇപ്പോൾ ശരിയായി. എൻ്റെ അപ്പന് ഞാൻ ചെയ്തു കൊടുത്തതുപോലെ ഈ തലയിണ നമുക്ക് കയറ്റിവെക്കാം. തല സ്വല്പം കൂടെ ഉയർന്നിരിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ശ്വസിക്കാം. അമ്മ ആ ചെറിയ തലയിണയെടുത്ത് അടിയിലേക്ക് പുറം കൊളിച്ചു വെക്കൂ. കുറച്ചുകൂടി സുഖം കിട്ടും. ആ വിളക്ക് സ്വല്പം മാറ്റിവെക്കാം. കണ്ണിലേക്ക് പ്രകാശം അടിക്കാതിരിക്കട്ടെ. സ്വല്പം ശുദ്ധവായു മുറിയിലേക്ക് കടക്കട്ടെ. കൊള്ളാം. അങ്ങനെ അടുപ്പത്തെന്തോ വേവിക്കുന്നത് കണ്ടല്ലോ. അമ്മേ, നല്ലപോലെ മധുരം ചേർത്ത് അതിങ്ങു കൊണ്ടുവരൂ. നിങ്ങളാകെ വിയർക്കുന്നു, തണുത്തുമിരിക്കുന്നു. ഇനി സ്വല്പം കുടിക്കുന്നത് നല്ലതാണ്. മേരി അനുസരണയോടെ പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഞാൻ എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. അറിയാമല്ലോ, നേരത്തെ ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ല എന്നെനിക്കറിയാം. എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്കത് മതി. കുറേ കഴിഞ്ഞ് നിങ്ങൾ എന്നെ സ്നേഹിക്കും. അപ്പോൾ കൊള്ളാം. ഹാഹാ, എത്ര വേദനയുള്ള കാര്യം. എന്നാൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ എന്തിനാണ് എൻ്റെ നരച്ച മുടിയെ നിന്ദിക്കുന്നത്? ഞാൻ ഒരു തരത്തിലും നിങ്ങളെ അപമാനിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ബഹുമാനിക്കുകയോ? നസ്രസിൽ എല്ലാവരും എന്നെ പരിഹസിച്ച് ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അൽഫീസ് അങ്ങനെ പറയുന്നത്? ഏത് തരത്തിലാണ് ഞാൻ നിങ്ങളെ പരിഹാസ വിഷയമാക്കിയത്? എൻ്റെ മക്കളെ കൊണ്ട് തന്നെ.
എന്തുകൊണ്ടാണ് അവർ എന്നെ എതിർക്കുന്നത്? നീ കാരണമാണ്. എന്തുകൊണ്ടാണ് എന്നെ എല്ലാവരും പരിഹസിക്കുന്നത്? നീ നിമിത്തം തന്നെ. എന്നോട് പറയൂ, നിങ്ങളുടെ പുത്രന്മാരുടെ സ്ഥാനത്തെക്കുറിച്ച് നസ്രസ് നിങ്ങളെ സ്തുതിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതുപോലെ വേദന തോന്നുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വേദന ഉണ്ടാവുകയില്ല. എന്നാൽ നസ്രസ് എന്നെ സ്തുതിക്കുന്നില്ല. നീ ഒരു യുദ്ധവീരനായിരുന്നെങ്കിൽ നസ്രസ് എന്നെ സ്തുതിക്കുമായിരുന്നു. എന്നാൽ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന എല്ലാവരുടെയും വിരോധവും അവജ്ഞയും സ്വയം വരുത്തി വയ്ക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യൻ, ദരിദ്രരുടെ ഇടയിൽ കഴിയുന്നവൻ തനി ഭ്രാന്തനല്ലെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരുവനെ പ്രതി എന്നെ വിട്ട് എൻ്റെ മക്കൾ പോയി എന്ന് കേൾക്കുമ്പോൾ ആരാണ് പരിഹസിച്ച് ചിരിക്കാത്തത്? എൻ്റെ പാവപ്പെട്ട വീട്, നിന്റെ അന്ത്യം ഇങ്ങനെയായല്ലോ. ദാവീദിൻ്റെ പാവപ്പെട്ട ഭവനം, ഇത്ര ദൗർഭാഗ്യം കാണുവാൻ ഞാൻ ഇത്ര ദീർഘനാൾ ജീവിക്കാനിടയായല്ലോ. ആ മഹത്വമേറിയ കുടുംബത്തിൻ്റെ അവസാനത്തെ മുതുഭ്രാന്ത നിമിത്തം ദുഷിച്ചു പോകുന്നത് കാണാൻ, അമിതമായ ദാസ്യഭാവം കൊണ്ട് നശിക്കുന്നത് കാണാൻ ഞാൻ ജീവിക്കുന്നല്ലോ. ദുർബലനായ എൻ്റെ സഹോദരൻ ചുണകെട്ടവളും എന്നാൽ ഭരണകാരിയും എൻ്റെ സഹോദരൻ്റെ മേൽ പൂർണ്ണ ആധിപത്യം പുലർത്തിയവളുമായ ആ സ്ത്രീയുമായി യോജിപ്പിക്കപ്പെട്ട ആ ദിവസം മുതൽ എൻ്റെ കുടുംബത്തിന് ദൗർഭാഗ്യമാണ്. അന്ന് ഞാൻ പറഞ്ഞതാണ്, ജോസഫ് വിവാഹത്തിനുള്ളവനല്ല, അവന് സന്തോഷമുണ്ടാകുകയില്ല എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അവനതറിയാമായിരുന്നു. അതിനാൽ വിവാഹത്തോട് അവനൊരു താല്പര്യവുമില്ലായിരുന്നു. അനാഥരായ അവകാശികളെക്കുറിച്ചുള്ള നിയമം ശപിക്കപ്പെട്ടതായിരിക്കട്ടെ, വിധി ശപിക്കപ്പെട്ടതാകട്ടെ, ആ വിവാഹം ശപിക്കപ്പെട്ടതായിരിക്കട്ടെ. അവകാശിനി കന്യക ഈ സമയം പഴനിയുമായി വന്നു കഴിഞ്ഞു. ഭർത്ത സഹോദരൻ്റെ വിലാപം കേൾക്കുവാനിടയായി. കുറെ കൂടെ വിളറി. എന്നാൽ ക്ഷമാപൂർവമുള്ള ആ പെരുമാറ്റത്തിൽ ഭവ്യതയ്ക്കൊരു വ്യത്യാസവും വരുന്നില്ല. അൽഫേസിൻ്റെ അരികിൽ നിന്ന് അത് കുടിക്കുവാൻ സഹായിക്കുന്നു. അൽഫേസ് ശരിയായല്ല സംസാരിക്കുന്നത്. എന്നാൽ ഇത്രയും രോഗിയായതിനാൽ എല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. രോഗിയുടെ തല താങ്ങി പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നു, ഓ ശരി, വളരെ രോഗമുള്ള ആൾ, നീ പറയുന്നത് നീ മിശിഹായാണെന്നല്ലേ? നീ അത്ഭുതം ചെയ്യുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നത്. എൻ്റെ പുത്രന്മാരെ കൊണ്ടുപോയതിന് പകരമായി കുറഞ്ഞപക്ഷം എന്നെ സുഖപ്പെടുത്തുകയെങ്കിലും ചെയ്തെങ്കിൽ എന്നെ സുഖപ്പെടുത്തൂ. എന്നാൽ ഞാൻ ക്ഷമിക്കാം. നിങ്ങളുടെ പുത്രന്മാരോട് ക്ഷമിക്കൂ. അവരുടെ ആത്മാക്കളെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അപ്പോൾ ഞാൻ ആശ്വാസം തരാം. അവരോട് എന്തെങ്കിലും പിണക്കം ബാക്കിയുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവരോട് ക്ഷമിക്കുകയോ? വൃദ്ധൻ വീണ്ടും ക്ഷുഭിതനാകുന്നു. നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങൾ വേദന വർദ്ധിപ്പിക്കുന്നു. അതിനതിന് അയാളുടെ ദേഷ്യവും കൂടുന്നു. അവരോട് ക്ഷമിക്കുകയോ? ഒരിക്കലുമില്ല. ദൂരെ പോകൂ, ദൂരെ. കൂടുതൽ ഉപദ്രവമേൽക്കാതെ എനിക്ക് മരിക്കണം.